കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായ ശബരിമല സന്നിധാനത്തെ ചുറ്റിപ്പറ്റിയുള്ള സ്വർണ്ണപ്പാളി വിവാദം കൂടുതൽ സങ്കീർണമായ ഒരു ദുരൂഹതയായി മാറുകയാണ്. 1999 സന്നിധാനത്ത് സ്വർണം പൂശിയതിന്റെ യഥാർത്ഥ പാളികൾ എവിടെ പോയി എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ദേവസ്വം വിജിലൻസ് നടത്തുന്ന അന്വേഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി നിർണായകമായിരിക്കുന്നു. തനിക്ക് ലഭിച്ചത് ചെമ്പ് പാളികളാണെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിലപാട് 30 പവൻ സ്വർണം ഉപയോഗിച്ച് നിർമ്മിച്ചുവെന്ന് പറയപ്പെടുന്ന മൂല്യവത്തായ വസ്തുക്കളുടെ തിരോധാനം സംബന്ധിച്ച ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. ഇത് സർക്കാരിനെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും കടുത്ത പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ശബരിമലയിലെ ഈ വിവാദത്തിന് 20 വർഷത്തിലേറെ പഴക്കവുമുണ്ട്. 1999 UB ഗ്രൂപ്പ് ചെയർമാൻ വിജയ് മല്യയുടെ നേതൃത്വത്തിൽ സന്നിധാനത്തെ ശ്രീകോവിലും ദ്വാരപാലക ശില്പങ്ങളും ഉൾപ്പെടെ സ്വർണം പൂശിയത്. ഈ ആവശ്യത്തിനായി 30 പവൻ സ്വർണം ഉപയോഗിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ സംഘം അവകാശപ്പെടുന്നത്. എന്നാൽ 2019 2025 അറ്റകുറ്റപ്പണികൾക്കും നവീകരണത്തിനുമായി ഈ പാളികൾ കൈകാര്യം ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിച്ചത് ചെമ്പ് തകിടുകൾ മാത്രമാണ്. 1999 വിജയ് മല്യ സ്വർണം പൂശിയ ദ്വാരപാലക ശില്പത്തിന്റെ അസൽ പാളികളും അതിലെ സ്വർണവും എവിടെ പോയി? 2019 അറ്റകുറ്റപ്പണികൾക്കായി കൈമാറിയത് ചെമ്പ് പാളികൾ എന്നാണ് ദേവസ്വം രേഖകളിലും പറയുന്നത്. എങ്കിൽ 1999 2019 ഇടയിലുള്ള കാലയളവിലെ ഈ സ്വർണ്ണപ്പാളികൾ എപ്പോഴാണ് ചെമ്പ് പാളികളായി മാറിയത്? ഈ കാലയളവിൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പങ്കും നിരീക്ഷണത്തിലെ വീഴ്ചയുമാണ് പ്രധാനമായും അന്വേഷിക്കേണ്ടത്. ശബരിമലയിലെ ഈ അഴിമതി ആരോപണങ്ങളെ തുടർന്ന് ആരംഭിച്ച ദേവസ്വം വിജിലൻസ് അന്വേഷണം ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശപ്രകാരമാണ് മുന്നോട്ട് പോകുന്നത്. SP തലത്തിലുള്ള ഉദ്യോഗസ്ഥനാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. ആരോപണ വിധേയനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മണിക്കൂറുകളോളമാണ് ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്തത്. തനിക്കെതിരായ ആരോപണങ്ങളെല്ലാം പോറ്റി നിഷേധിച്ചു. തന്റെ കൈവശം ലഭിച്ചത് ചെമ്പ് തകിട് മാത്രമായിരുന്നുവെന്നും ഇത് ഉദ്യോഗസ്ഥർ രേഖാമൂലം നൽകിയതാണെന്നും പോറ്റി ആവർത്തിച്ചു. ഉദ്യോഗസ്ഥ വീഴ്ചയിൽ തനിക്ക് പങ്കില്ലെന്നും അദ്ദേഹം വാദിക്കുന്നു. താൻ പണം സമ്പാദനം നടത്തിയിട്ടില്ല. തന്റെ മുൻ സ്പോൺസർമാരുടെ പണം ഉപയോഗിച്ചാണ് പാളികൾ വീണ്ടും സ്വർണം പൂശിയത്. പോറ്റി ആരോടൊക്കെ പണം പിരിച്ചെടുത്തു എന്നടക്കമുള്ളവ അന്വേഷണത്തിന്റെ ഭാഗമാണ്. മൊത്തത്തിൽ ആരോപണങ്ങൾ നിഷേധിച്ചെങ്കിലും ചില കാര്യങ്ങളിൽ പോറ്റിയുടെ മൊഴിയിൽ അവ്യക്തതകൾ ഉണ്ടെന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനാൽ ദേവസ്വം വിജിലൻസ് അദ്ദേഹത്തെ വീണ്ടും മൊഴിയെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും സന്നിധാനത്തെ പീഠം കാണാതായ സംഭവത്തിൽ പോറ്റിയുടെ മൊഴി ശ്രദ്ധേയമാണ്. സുഹൃത്തായ വാസുദേവന് കൈമാറിയ പീഠം കാണാതാവുകയായിരുന്നുവെന്നും പിന്നീട് പരാതി ഉയർന്ന ശേഷം തിരിച്ചുകൊണ്ട് പോവുകയായിരുന്നുവെന്നുമാണ് പോറ്റി മൊഴി നൽകിയത്. സഹപ്രവർത്തകനെ പരിചാരിയുള്ള ഈ മൊഴിയിൽ വിജിലൻസിന് കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം 1998 തുടങ്ങിയ 2025 വരെയുള്ള കാലയളവിലെ വിവരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഈ അന്വേഷണം കൂടുതൽ പേരിലേക്ക് നീളും. മുൻ ഉദ്യോഗസ്ഥർ 2019 2025 സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയ സമയത്ത് ഉദ്യോഗസ്ഥരെ വിജിലൻസ് ചോദ്യം ചെയ്യും. സ്വർണ്ണപ്പാളി ചെമ്പുപാളിയായി മാറിയതിന്റെ ഉത്തരവാദിത്തം ഈ ഉദ്യോഗസ്ഥരിൽ ആർക്കാണെന്നാകും പ്രധാനമായും കണ്ടെത്തേണ്ടത്. വാസുദേവൻ പോറ്റി, അനന്ത സുബ്രഹ്മണ്യം, രമേശ് എന്നിവരെയും ഉടൻ ചോദ്യം ചെയ്യും. ഇവരുടെ മൊഴികൾ പോറ്റിയുടെ വാദങ്ങളെ സാധൂകരിക്കുന്നുണ്ടോ അതോ കൂടുതൽ ദുരൂഹതകളിലേക്ക് നയിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാകും. ദേവസ്വം വിജിലൻസ് അന്വേഷണത്തിന് പുറമെ ഈ വിഷയത്തിൽ പ്രാഥമിക അന്വേഷണം നടത്താനുള്ള നിയമോപദേശം പോലീസ് തേടിയിട്ടുണ്ട്. നിയമോപദേശം ലഭിച്ചാൽ പത്തനംതിട്ട SP നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്യും. കൂടാതെ ദേവസ്വം ബോർഡും സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദം സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും കടുത്ത പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ശബരിമലയിലെ നിത്യേനയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ബോർഡിന്റെ കീഴിൽ ഇത്രയും വലിയൊരു ധനനഷ്ടം സംഭവിച്ചത് ഗുരുതരമായ വീഴ്ചയാണ്. ഭക്തരുടെ സംഭാവനകളായി ലഭിച്ച സ്വർണം എവിടെ പോയെന്ന ചോദ്യത്തിന് മറുപടി നൽകേണ്ട ബാധ്യത ദേവസ്വം ബോർഡിനുമുണ്ട്. ഈ വിവാദം രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടുമെന്നതിനാൽ സർക്കാരിന് വേഗത്തിൽ സുതാര്യമായ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതും അത്യാവശ്യമാണ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം ഒരു തീർത്ഥാടന കേന്ദ്രത്തിന്റെ വിശ്വസ്തതയാണ് ചോദ്യം ചെയ്യുന്നത്. 30 പവനോളം വരുന്ന സ്വർണം എവിടെ പോയി എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ അന്വേഷണം മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ദേവസ്വം ബോർഡിന്റെ ഭരണപരമായ കാര്യക്ഷമതയും സുതാര്യതയും കൂടുതൽ ബാധിക്കും. വിജിലൻസ് അന്വേഷണം രഹസ്യമായി തുടരണമെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശം കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴികളിലെ അവ്യക്തതകൾ നീക്കിയും സ്വർണ്ണപ്പാളി കൈകാര്യം ചെയ്ത മുഴുവൻ ഉദ്യോഗസ്ഥരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് മാത്രമേ ഈ ദുരൂഹത നീങ്ങുകയുള്ളൂ. അസൽ സ്വർണ്ണപ്പാളികൾ ആർക്ക് കൈമാറി, എപ്പോൾ ചെമ്പുപാളിയായി മാറി, ഇതിലും ആരെല്ലാം സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള കൃത്യമായ ഉത്തരമാണ് ഇനി പൊതുസമൂഹത്തിന് ലഭിക്കേണ്ടത്. വിവാദത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണാനും ശബരിമലയുടെ വിശ്വസ്തത പുനഃസ്ഥാപിക്കാനും ദേവസ്വം ബോർഡിനും സർക്കാരിനും സാധിക്കുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.